നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മുൻ ചീഫ് ജസ്റ്റിസായ BR ഗവായി പടിയിറങ്ങിയതോടെ ആ വിശ്വാസവും തകർന്നിരിക്കുന്നു. ഇനി ഒരു രീതിയിലും ജനങ്ങൾക്ക് അവസാന അത്താണി എന്നൊരു വാക്കില്ല എന്ന ഒരു കടുത്ത സ്വരത്തിലാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാവും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കപിൽ സിബൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. കപിൽ സിബൽ വളരെ വ്യക്തമായി പറയുന്നു, നിരവധിയായ ഹർജികൾ ഏകപക്ഷീയമായി തള്ളിക്കളയുന്ന കോടതി, ഡിവിഷൻ ബെഞ്ചിനോ സിംഗിൾ ബെഞ്ചിനോ ഒന്നും താല്പര്യമില്ലാത്ത പുതിയ സിസ്റ്റം കൊണ്ടുവരികയാണ്. ഇത് BJPയുടെ സ്പോൺസേർഡ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്. നേരത്തെ നമ്മൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ കണ്ടു. ജനങ്ങളെ എങ്ങനെയാണ് വിഡ്ഢികളാക്കുന്നത്, ജനങ്ങളുടെ വോട്ടുകളെ എങ്ങനെയാണ് റദ്ദാക്കുന്നത്, BJPക്ക് അനുകൂലമല്ലാത്ത വോട്ടുകൾ ചെയ്യുന്നവരെ തിരഞ്ഞു പിടിച്ച് അവരുടെ പൗരത്വം വരെ ഇല്ലാതാക്കുന്ന ഏറ്റവും ഗതികെട്ട കറുത്ത ഇരുണ്ട യുഗത്തിലേക്ക് ഈ രാജ്യം പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സുപ്രീം കോടതിയിലെ മുതിർന്ന ഒരു അഭിഭാഷകൻ പറയുകയാണ്. നോക്കണം, ഒരു സാധാരണ പൗരനല്ല, ഒരു അഭിഭാഷകന് കിട്ടുന്ന പ്രിവിലേജ് എന്താണെന്ന് നമുക്കറിയാം. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങളും കോടികളും ഫീസായി വാങ്ങിക്കാൻ കഴിയുന്ന ജഡ്ജിമാർക്ക് പേടി സ്വപ്നമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയെ അരച്ച് കലക്കി കുടിച്ച കപിൽ സിബൽ പറയുന്നു, ഈ രാജ്യം ആപത്തിലേക്ക് പോവുകയാണ്. ഈ രാജ്യത്തിൻ്റെ സുപ്രീം കസ്റ്റോഡിയൻ അത് BJPക്ക് മുമ്പിൽ അടിയറവ് വെച്ചിരിക്കുന്നു. BJP സുപ്രീം കോടതിക്ക് ഒരു പ്രൈസ് ടാഗ് ഇട്ടിരിക്കുന്നു. ആ പ്രൈസ് ടാഗിൽ ചെന്ന് മൂക്കും കുത്തി സുപ്രീം കോടതി മൊത്തത്തിൽ വീഴുന്ന ഒരു കാഴ്ച. നേരത്തെ BR ഗവായും സഞ്ജീവ് ഖന്നയും ഉണ്ടായിരുന്നപ്പോൾ ഒരു രീതിയിലും അടിപതരാതെ BJPയോട് നേർക്ക് നേർ ഏറ്റുമുട്ടി ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു റബ്ബർ സ്റ്റാമ്പായി രാഷ്ട്രപതി BJP പറയുന്നതും കേട്ട് വെള്ളം തൊടാതെ വിഴുങ്ങിയപ്പോൾ ആ രാഷ്ട്രപതി ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ച സുപ്രീം കോടതി, നേരത്തെ ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറുടെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും മറുപടി കൊടുത്ത സുപ്രീം കോടതി ഇപ്പോൾ തകർന്ന് തരിപ്പണമായി ഇരിക്കുകയാണ് എന്ന് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബൽ തന്നെ ഉദാഹരണ സഹിതം പറയുകയാണ്. രാജ്യസഭാ അംഗം കൂടിയാണ് കപിൽ സിബൽ എന്ന് ഓർക്കണം. ഇന്ത്യയിൽ ഓർഡിനൻസുകൾ കൊണ്ടുവന്ന് നിയമമാക്കി രാഷ്ട്രപതിയുടെ ഒപ്പോടുകൂടി പിൻവാതിലൂടെ ഭരണഘടനയെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ് BJP എന്ന് വളരെ വ്യക്തമായി തന്നെ കപിൽ സിബൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ് എന്നും ഈ രാജ്യത്ത് ഏകാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. അതായത് പണ്ട് രാജഭരണത്ത് എങ്ങനെയായിരുന്നു ആ രീതിയിലേക്ക് ചാതുർവർണ്ണയവും കാസ്റ്റ് ഹെഗിമണിയും തിരിച്ചു കൊണ്ടുവരാനുള്ള ദീർഘവീക്ഷണം അത് പടിപടിയായി നടത്തുന്നു. അതിന് BR അംബേദ്കറുടെ ഭരണഘടനയെ ഇഞ്ചിഞ്ചായി വലിച്ചു കീറിയേ പറ്റൂ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അതിനാണ് ചോദിച്ചത്. 400-ൽ കൂടുതൽ സീറ്റുകൾ കൊടുത്തില്ല ജനങ്ങൾ. അപ്പോൾ പിൻവാതിലൂടെ ഓർഡിനൻസിലൂടെ ഈ രാജ്യത്തെ ജനങ്ങളെ പാഠം പഠിപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് കപിൽ സിബൽ പറയുകയാണ്.